ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ഓസ്ട്രേലിയൻ മണ്ണിൽ ദയനീയമായ പരാജയമാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഏറ്റുവാങ്ങിയത്. പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ തകർപ്പൻ വിജയം സ്വന്തമാക്കിയ ഇന്ത്യ പിന്നീടുള്ള മത്സരങ്ങളിൽ 3 ജയിക്കാൻ സാധിക്കാതെ ഓസ്ട്രേലിയയ്ക്ക് മുന്നിൽ കീഴടങ്ങുകയായിരുന്നു. ഈ തോൽവിക്ക് പിന്നാലെ ഇന്ത്യ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ നിന്നുകൂടിയാണ് പുറത്തായിരിക്കുന്നത്. ചരിത്രത്തിൽ ആദ്യമായാണ് ഇന്ത്യ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിന് യോഗ്യത നേടാതെ പോകുന്നത്. മാത്രമല്ല, നീണ്ട 11 വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യ ഓസ്ട്രേലിയൻ മണ്ണിൽ ഒരു ടെസ്റ്റ് സീരീസ് പരാജയപ്പെടുന്നത്. ഇന്ത്യയുടെ ഈ മോശം പ്രകടനങ്ങൾക്ക് പിന്നാലെ ടീമിന്റെ മുഖ്യ പരിശീലകൻ ഗൗതം ഗംഭീറിന്റെ ടീമിനൊപ്പമുള്ള ഭാവി എന്തായിരിക്കുമെന്നാണ് ഇപ്പോൾ ക്രിക്കറ്റ് ലോകത്ത് നിലനിൽക്കുന്ന ചർച്ചാ വിഷയം. 2024 ഇന്ത്യയുടെ T20 ലോകകപ്പ് വിജയത്തിന് ശേഷം ഇന്ത്യൻ ടീമിന്റെ പരിശീലക സ്ഥാനത്തു നിന്നും പടിയിറങ്ങിയ രാഹുൽ ദ്രാവിഡിന് പകരക്കാരനായാണ് ഇന്ത്യൻ ടീമിനെ കളി പഠിപ്പിക്കാനായി ഗംഭീർ എത്തിയത്. 2024 IPL കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ മെന്റർ എന്ന നിലയിൽ ചാമ്പ്യന്മാരാക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ച ഗംഭീർ ഇന്ത്യൻ ടീമിന്റെ പരിശീലക കുപ്പായം അണിഞ്ഞപ്പോൾ ക്രിക്കറ്റ് ആരാധകർ ഏറെ പ്രതീക്ഷയോടും ആവേശത്തോടും കൂടിയായിരുന്നു ഈ തീരുമാനത്തെ വരവേറ്റത്. എന്നാൽ ഗംഭീർ പരിശീലകൻ ആയതിനു ശേഷം ഈ പ്രതീക്ഷകൾക്കെല്ലാം വിപരീതമായ കാര്യങ്ങളായിരുന്നു ഇന്ത്യൻ ക്രിക്കറ്റിൽ സംഭവിച്ചത്. ഗംഭീർ യുഗത്തിൽ ഇതുവരെ ഇന്ത്യൻ ക്രിക്കറ്റിൽ എന്തെല്ലാം സംഭവ വികാസങ്ങൾ നടന്നെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. പരിശീലകൻ എന്ന നിലയിൽ ഗംഭീറിന്റെ മുന്നിലുള്ള ആദ്യ പരമ്പര ശ്രീലങ്കയ്ക്കെതിരെയുള്ളതായിരുന്നു. T20 ലോകകപ്പ് വിജയിച്ചതിനു ശേഷം T20 ഫോർമാറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച രോഹിത് ശർമ്മയ്ക്ക് പകരക്കാരനായി ഇന്ത്യൻ കുട്ടി ക്രിക്കറ്റിനെ നയിക്കാൻ സൂര്യകുമാർ യാദവിനെയാണ് ഗംഭീർ നിയോഗിച്ചത്. ശ്രീലങ്കയ്ക്കെതിരെയുള്ള 3 T20 മത്സരങ്ങൾ അടങ്ങിയ പരമ്പര തൂത്തുവാരിയാണ് ഇന്ത്യൻ ടീമിനൊപ്പമുള്ള തന്റെ പരിശീലകനായുള്ള യാത്രയ്ക്ക് ഗംഭീർ തുടക്കം കുറിച്ചത്. എന്നാൽ T20 പരമ്പരയിൽ ശ്രീലങ്കയ്ക്കെതിരെ നടത്തിയ സർവാധിപത്യം ഏകദിനത്തിൽ ഇന്ത്യക്ക് കാഴ്ചവെക്കാൻ സാധിച്ചില്ല. 3 മത്സരങ്ങളുടെ പരമ്പരയിലെ ആദ്യ മത്സരം സമനിലയിൽ പിരിഞ്ഞപ്പോൾ പിന്നീടുള്ള 2 മത്സരങ്ങളും വിജയിച്ചുകൊണ്ട് ശ്രീലങ്ക പരമ്പര സ്വന്തമാക്കുകയായിരുന്നു. നീണ്ട 27 വർഷങ്ങൾക്ക് ശേഷം ഇതാദ്യമായാണ് ശ്രീലങ്കൻ മണ്ണിൽ ഇന്ത്യ ഒരു ഏകദിന പരമ്പര പരാജയപ്പെടുന്നത്. ഈ ഏകദിന പരമ്പരയ്ക്ക് ശേഷം 2024 ഇന്ത്യ ഒരു ഏകദിന മത്സരം പോലും കളിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ 2024 ഒരു ഏകദിന മത്സരം പോലും ഇന്ത്യക്ക് വിജയിക്കാൻ സാധിച്ചിട്ടില്ലെന്ന വസ്തുത ഏറെ നിരാശാജനകമായ ഒന്നാണ്. നീണ്ട 46 വർഷത്തിന് ശേഷം ആദ്യമായാണ് ഇന്ത്യ ഒരു കലണ്ടർ ഇയറിൽ ഒരു ഏകദിന മത്സരം പോലും വിജയിക്കാതെ പോകുന്നത്. ലങ്കൻ പരമ്പരയ്ക്ക് ശേഷം ഇന്ത്യ ഇറങ്ങിയത് ബംഗ്ലാദേശിനെതിരെയുള്ള പരമ്പരയിൽ ആയിരുന്നു. സ്വന്തം മണ്ണിൽ ബംഗ്ലാദേശിനെതിരെ നടന്ന 2 ടെസ്റ്റ് മത്സരങ്ങളും 3 T20 മത്സരങ്ങളും വിജയിച്ചുകൊണ്ട് സർവാധിപത്യത്തോടെയായിരുന്നു ഇന്ത്യ സ്വന്തം നാട്ടിൽ തിരിച്ചുവരവ് നടത്തിയത്. എന്നാൽ ഇതിനുശേഷം നടന്ന ന്യൂസിലാൻഡിനെതിരെയുള്ള ടെസ്റ്റ് പരമ്പരയിൽ ഇന്ത്യയുടെ സമ്പൂർണമായ പതനത്തിനാണ് ക്രിക്കറ്റ് ലോകം സാക്ഷ്യം വഹിച്ചത്. 3 മത്സരങ്ങളുടെ പരമ്പരയിൽ 3ലും പരാജയപ്പെട്ടാണ് ഇന്ത്യ സ്വന്തം തട്ടകത്തിൽ തല താഴ്ത്തിയത്. ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ ഇതാദ്യമായിട്ടായിരുന്നു ഇന്ത്യൻ മണ്ണിൽ ഇന്ത്യയെ ഒരു ടീം വൈറ്റ് വാഷ് ചെയ്തുകൊണ്ട് പരമ്പര സ്വന്തമാക്കുന്നത്. മാത്രമല്ല, 36 വർഷത്തിന് ശേഷം ഇതാദ്യമായിട്ടാണ് ഹോം ടെസ്റ്റ് സീരീസിൽ ന്യൂസിലാൻഡിനെതിരെ ഇന്ത്യ പരാജയപ്പെടുന്നത്. ഇതിനുശേഷം സൗത്ത് ആഫ്രിക്കൻ മണ്ണിൽ നടന്ന T20 പരമ്പര 3-1 കൈപ്പിടിയിലാക്കാനും ഇന്ത്യക്ക് സാധിച്ചു. ടെസ്റ്റിലും ഏകദിനത്തിലും ഗംഭീറിന്റെ കീഴിൽ ഇന്ത്യ നിരാശ സമ്മാനിച്ചെങ്കിലും T20 മികച്ച വിജയങ്ങൾ നേടിയെടുക്കാൻ ഇന്ത്യക്ക് സാധിച്ചു. ഇനി ഇന്ത്യയുടെ മുന്നിലുള്ളത് ഇംഗ്ലണ്ടിനെതിരെയുള്ള ഏകദിനവും T20 അടങ്ങുന്ന പരമ്പരയാണ്. ഈ പരമ്പര അവസാനിച്ചു കഴിഞ്ഞാൽ ചാമ്പ്യൻസ് ട്രോഫിയുടെ പോരാട്ട ഭൂമിയിലേക്കായിരിക്കും ഇന്ത്യ കളിക്കാൻ ഇറങ്ങുക. ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ തിരിച്ചടികളിൽ നിന്നെല്ലാം കരകയറിക്കൊണ്ട് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ശക്തമായി തിരിച്ചു വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. Waytonikah.com, the exclusive Muslim matrimonial site.